ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അരവിന്ദൻ മരിച്ചതോടുകൂടെ ആ വീടിന്റെ ജീവൻ അങ്ങ് പോയി എന്ന് തന്നെ പറയാം. അവിടെ പിന്നെ സന്തോഷം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. തൻ്റെ ജീവന്റെ പാതിയായ അനിയത്തിയുടെ ജീവൻ നൂലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് കാവേരിക്കറിയാം. 10 ലക്ഷം രൂപ വേണം അവളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക്. എവിടെ നിന്നും ഈ വലിയ തുക കണ്ടെത്തുമെന്നറിയാതെ പകച്ചു നിൽക്കാണ് ആ കുടുംബം. പണത്തിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത ആളുകളില്ല. എങ്ങനെയെങ്കിലും ഒരു സഹായം അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് കാവേരിയുടെ അമ്മ ശാരദയും കൂടെ അച്ഛൻ്റെ പഴയ സാധനങ്ങളിരിക്കുന്ന ആ ഒരു വലിയ ഒരു പെട്ടിയില്ലേ അത് തുറക്കാൻ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും അതിൽ ബാക്കിയുണ്ടാകുമെന്ന ഒരു നേരിയ പ്രതീക്ഷ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഓർമ്മകളെ ഒരിക്കൽ കൂടി തലോടാമല്ലോ എന്ന ചിന്ത. പൊടി പിടിച്ച ആ പെട്ടി കാവേരി തുറക്കുമ്പോൾ ശാരദയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി ആരും തുറക്കാത്തത് കൊണ്ട് തന്നെ പാക്കറ്റുകളുടെയും പഴകിയ തുണികളുടെയൊക്കെ വല്ലാത്തൊരു മണം ആ മുറിയിലാകെ പകർന്നു. ഓരോ സാധനങ്ങൾ പുറത്തേക്കെടുക്കുമ്പോൾ ശാരദയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അരവിന്ദിന്റെ പഴയൊരു ഷർട്ട് കയ്യിലെടുത്തപ്പോൾ ശാരദ പൊട്ടിക്കരഞ്ഞു പോയി. കാവേരി അമ്മയെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു. കരയാതെ അമ്മേ, നമ്മൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. അച്ഛൻ നമ്മളെ ഇട്ടിട്ട് പോയെങ്കിലും നമ്മളെ അങ്ങനെ കാക്കാതിരിക്കില്ല. അവൾ ധൈര്യം പകർന്നു. പെട്ടിക്കുള്ളിൽ അച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ സ്വർണ്ണ ചെയിൻ കാവേരിക്ക് കിട്ടി. പക്ഷേ അത് വിറ്റാ കിട്ടുന്ന പണം ഒന്നിനു തികയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. 1-2 രൂപയാണെങ്കിലും പോരല്ലോ. നിലമോളുടെ ചികിത്സയ്ക്ക് വേണ്ടി 10 ലക്ഷം രൂപ വേണ്ടേ? വീണ്ടും അതിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്തിൻ്റെ പെട്ടിയുടെ ഏറ്റവും അടിയിലായി ഒരു പഴയ മൊബൈൽ ഫോൺ അവളുടെ കൈകളിലേക്ക് തടഞ്ഞു. ഗൾഫിലായിരുന്നപ്പോൾ അച്ഛൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഫോണാ അത്. അത് കണ്ടപ്പോൾ കാവേരിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ശാരദ കണ്ണു തുറച്ച് ചോദിച്ചു, മോളെ, അത് അച്ഛൻ ഗൾഫിൽ കൊണ്ടു നടന്ന ഫോണല്ലേ? അതിപ്പോഴും ജീവനോടെ ഉണ്ടാവുമോ? കാവേരി വേഗം തന്നെ ഫോൺ ഇങ്ങനെ കയ്യിലേക്കെടുത്ത് നോക്കി. സ്ക്രീനിൽ ചെറിയൊരു പോറൽ പോലൊക്കെ ഉണ്ടെങ്കിലും ഫോണിന് വലിയ കേടുപാടുകളൊന്നും ഇല്ലായിരുന്നു. അമ്മേ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അച്ഛൻ നാട്ടിലേക്ക് അയച്ച പണത്തിൻ്റെ വിവരങ്ങളോ ജയപാലൻ അങ്കിളിന് കൊടുത്ത കാശിൻ്റെ കണക്കോ ഒക്കെ ഇതിൽ കാണും. ഞാൻ ഇതൊന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കാവേരി ഫോണുമായി മുറിയിലേക്ക് ചെന്നു. ഫോൺ ചാർജ് കുത്തി നോക്കി. കാവേരി കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അവൾക്ക് തോന്നിയത്. ഒരു പക്ഷേ ഈ ഫോൺ ഓണായി കിട്ടിയ കഴിഞ്ഞാൽ അതിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടും. തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാമെന്നൊക്കെ അവൾ ഉറച്ചു വിശ്വസിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചുവന്ന ലൈറ്റ് മിന്നി. കാവേരിയുടെ ശ്വാസം അങ്ങ് നേരെ വീണു. ഫോൺ ചാർജ് കയറുന്നുണ്ട്. അച്ഛൻ്റെ വിയർപ്പിൻ്റെ വില മുഴുവൻ ജയബാലൻ എന്ന ചതിയൻ്റെ കയ്യിലാണ്. അത് തിരികെ കിട്ടിയാൽ മാത്രമേ നിലമോളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ ഓണായി വന്നു. കാവേരിയുടെ നെഞ്ചെടുപ്പ് കൂടി. അവൾ വേഗം തന്നെ ഗാലറിയിലെ മെസ്സേജും വാട്സപ്പൊക്കെ പരിശോധിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകളും പണം അയച്ചതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസും ജയപാലിനുള്ള വാട്സപ്പ് ചാറ്റുകളും എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണതെന്ന് ജയപാലൻ അനുഭവിക്കുന്ന ആ ഒരു വലിയ തോട്ടം. അച്ഛൻ ഗൾഫിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോ രൂപയും ജയപാലൻ തന്ത്രപരമായി കൈക്കലാക്കുകയായിരുന്നു. വീട്ടിലേക്ക് ചെലവിന് വേണ്ടി നക്കാപ്പിച്ച മാത്രം അയച്ചു കൊടുത്തിട്ട് ബാക്കി മുഴുവൻ തുകയും എടുത്ത് തോട്ടം വാങ്ങാനായി ജയപാലിനെ ഏൽപ്പിക്കുകയായിരുന്നു അരവിന്ദൻ. ഈ സത്യങ്ങൾ ഓരോന്നോരോന്നായി സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛനെ വിറ്റ് കാശുണ്ടാക്കിയവനാണ് ജയപാലൻ. ആ തോട്ടത്തിൽ അച്ഛൻ്റെ രക്തവും വിയർപ്പുമുണ്ട്. അതോർക്കും തോറും കാവേരിയുടെ ഉള്ളിൽ സങ്കടം മാറി പക ആളിക്കത്താൻ തുടങ്ങി. തൻ്റെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന് കരുതിയിരുന്ന മനുഷ്യൻ പണത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കാവേരി കരുതിയിരുന്നില്ല. ആ സമയത്താണ് മൂത്ത ചേച്ചി ഗംഗ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗയുടെ മുഖത്ത് അപ്പോഴും ഒരു സങ്കടമുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും. കാവേരിയുടെ മുഖത്തെ ഭാവമൊന്നും തന്നെ അവൾ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോണും കണ്ട് ഗംഗ ചോദിക്കുന്നുണ്ട്, എന്താ കാവേരി, നീ എന്താ ഈ പഴയ ഫോൺ നോക്കിയിരിക്കുന്നത്? നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? കാവേരി യാതൊന്നും മിണ്ടാതെ ഗംഗയെ ഫോൺ കാണിച്ചു കൊടുത്തു. അച്ഛൻ അയച്ച പണത്തിൻ്റെ വിവരങ്ങളും ബാങ്ക് മെസ്സേജും ജയപാലിൻ്റെ ചതിയിലെ തെളിവുകളെല്ലാം തന്നെ ഗംഗ വായിച്ച് മനസ്സിലാക്കി. രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ അച്ഛൻ വിശ്വസിച്ചിരുന്ന ആളാണ് ഇത്രയും വലിയൊരു നെറുകേട് കാണിച്ചത്. ഗംഗ സങ്കടം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു, നമുക്കിത് വെറുതെ വിടാൻ പറ്റില്ല കാവേരി, നീ വാ, നമുക്ക് പോയി വിനീതേട്ടനോട് കാര്യങ്ങൾ പറയാം. വെറുതെ ഇരുന്നിട്ട് ഇനി ഒരു കാര്യവുമില്ല. രണ്ടുപേരും കൂടി ഗംഗയുടെ ഭർത്താവ് വിനീതിൻ്റെ അടുത്തേക്ക് പോയി. വിനീത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അയാൾ അരവിന്ദിനെ വലിയ രീതിയിൽ തന്നെ ബഹുമാനിക്കുമായിരുന്നു. അയാൾ ഇത്രയും വലിയ ചതിയനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതിപ്പോൾ നിങ്ങൾ പോയി ചോദിച്ചാൽ അയാൾ പണം തിരികെ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. വിനീത് ചോദിച്ചു. കാവേരി പറയാണ്, അയാൾ തരില്ല ചേട്ടാ, എനിക്ക് അയാളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതാ. ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാനേ അയാൾ നോക്കുള്ളൂ. പക്ഷേ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അന്നേരം വിനീത് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, നമ്മളിനി എന്താ ചെയ്യുക കാവേരി? മറ്റുള്ളവരുടെ മുന്നിൽ പോയി കെഞ്ചുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അരവിന്ദേട്ടൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത് ആ ജയപാലനല്ലേ? അയാളും ഇതെല്ലാം വെച്ച് സുഖിക്കുമ്പോൾ നമ്മൾ എന്തിനാ വെറുതെ ആരോടും മുന്നിൽ ഇങ്ങനെ പോയി കൈനീട്ടുന്നത്?
അയാൾ തന്നെ നമുക്ക് പണം തരണം. ആ തോട്ടത്തിന് വേണ്ടി അരവിന്ദൻ കൊടുത്തിരിക്കുന്ന ലക്ഷങ്ങൾ അയാൾ നമുക്ക് തിരികെ തന്നേ പറ്റൂ. വിനീതിന്റെ വാക്ക് കാവേരിക്ക് വലിയ ധൈര്യം നൽകി. വിനീത് തുടർന്നു, ഇതാരുടെയും ഒത്താശയോ ഔദാര്യമോ അല്ല കാവേരി, നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പിന്റെ ഫലമാണ്. ആ പണം ചോദിച്ചു വാങ്ങിയിട്ട് വേണം നിങ്ങളുടെ നിലമോളുടെ ഓപ്പറേഷൻ നടത്താനേ. കാരണം നാളെ ഒരിക്കൽ നിലമോള് പറയണം, അവൾ അറിയണം അവളുടെ ഹൃദയം തുടിക്കുന്നത് അവളുടെ അച്ഛൻ്റെ അധ്വാനം കൊണ്ടാണെന്ന്. അല്ലാതെ നമ്മൾ വല്ലവരുടെയും മുന്നിൽ പോയി കൈ നീട്ടി യാചിച്ച് കിട്ടിയ പണം കൊണ്ടായിരിക്കരുത് അവളുടെ സർജറി നടക്കുന്നത്. അതിനെന്തായാലും നമുക്ക് അവകാശമുണ്ട്. ഇത് കേട്ടപ്പോൾ ഗംഗ ചോദിച്ചു, പക്ഷേ വിനീതേട്ട, ആ ജയപാലൻ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ വലിയ സ്വാധീനമുള്ള ആളല്ലേ? കാവേരിയുടെ കണ്ണുകളിൽ അപ്പോൾ ഒരു തീ പാറുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദത്തിലൊരു വലിയ മാറ്റം വന്നിരുന്നു. അയാൾ സമ്മതിച്ചെങ്കിൽ സമ്മതിപ്പിക്കുവാൻ പിന്നെ വേറെ എന്ത് വേണമെന്നൊക്കെ എനിക്കറിയാം ചേച്ചി. ഞാൻ വെറുതെ ഇരിക്കില്ല. എൻ്റെ അച്ഛനെ പറ്റിച്ച് അയാൾ അങ്ങനെ സുഖമായി ജീവിക്കുന്നത് കാണാനൊന്നും എനിക്ക് കഴിയില്ല. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ജയപാലിനെ അങ്ങനെ വെറുതെ വിടാനൊന്നും കാവേരി തയ്യാറല്ലായിരുന്നു. അയാൾ അടിച്ചു മാറ്റിയിരിക്കുന്ന ആ ഒരു പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് തങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് അവർക്ക് നന്നായിട്ടറിയാം. എങ്ങനെയെങ്കിലും രവീന്ദ്രൻ അങ്കിളിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. ജയപാലിന്റെ തോട്ടത്തിലെ കാര്യസ്ഥനാണ് രവീന്ദ്രൻ. അച്ഛനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ അറിയാമായിരിക്കും. അതിനു മുൻപ് പോയപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ യാത്രയിൽ നിവിനെ കൂടെ കൂട്ടേണ്ടതെന്ന് കാവേരി തീരുമാനിച്ചു. അങ്ങനെ നിവിനെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കാണല്ലോ, അതുകൊണ്ട് നിവിനെ കൂട്ടണ്ട. ഈ സമയത്ത് താനും നിവിനും കൂടി ഒരുമിച്ച് നടക്കുന്നത് നാട്ടുകാർ കണ്ടാൽ പിന്നെ വെറുതെ അനാവശ്യം സംസാരിക്കാൻ തുടങ്ങും. അത് നിവിൻ്റെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല എന്ന് കാവേരിക്ക് നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ യുദ്ധം താൻ തന്നെ പൊരുതണമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ തനിച്ചാണ് ജയപാലിൻ്റെ തോട്ടത്തിലേക്ക് നടന്നത്. വഴിയിലുടനീളം കാവേരിയുടെ മനസ്സിൽ അച്ഛൻ്റെ മുഖം മാത്രമായിരുന്നു. കൊച്ചുനാളിൽ തൻ്റെ കൈയും പിടിച്ച് ഈ വഴിയിലൂടെ നടന്ന അച്ഛൻ, തങ്ങളെ ചേർത്ത് പിടിച്ച് ചിരിക്കുന്ന അച്ഛൻ, തങ്ങളുടെ ഒരു കുറവും വരുത്താതെ നോക്കിയ അച്ഛൻ. ആ അച്ഛനെയാണ് ജയപാൽ എന്ന മനുഷ്യരൂപത്തിലുള്ള ചെകുത്താൻ ഇല്ലാതാക്കിയിരിക്കുന്നത്. തോട്ടത്തിലേക്ക് എത്തുമ്പോൾ കാവേരിയുടെ ഹൃദയമിടിപ്പ് കൂടി. വിശാലമായ ആ തോട്ടം അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന ആ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവൾക്ക് തോന്നി, ഇത് തൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പാണ് എന്ന്. ഓരോ മരവും തൻ്റെ അച്ഛൻ്റെ വീർപ്പുണ്ട്. അതുകൊണ്ടാണ് വളർന്നത്. അത് മുഴുവൻ ഇപ്പോൾ അനുഭവിക്കുന്നത് മറ്റൊരാളും. തോട്ടത്തിലെ തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു രവീന്ദ്രൻ. പെട്ടെന്ന് കാവേരി അവിടെ കണ്ടപ്പോൾ രവീന്ദ്രന് വല്ലാത്ത അമ്പരപ്പായി. അയാളുടെ മുഖത്തൊരു ഭയം മിന്നി മറഞ്ഞു. എന്താ മോളെ കാവേരി, നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? രവീന്ദ്രൻ ചോദിച്ചു. കാവേരി നേരെ കാര്യത്തിലേക്ക് കടന്നു. അതേ അങ്കിളെ, എനിക്കൊരു കാര്യം പറയണം. എൻ്റെ അച്ഛൻ എല്ലാ മാസവും കൃത്യമായി നാട്ടിലേക്ക് പണം അയക്കാറുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ പണം വെച്ചാണ് ഈ തോട്ടം വാങ്ങിയിരിക്കുന്നതെന്നും എനിക്കറിയാം. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്താണ് ഇവിടെ നടന്നത് എന്ന് എനിക്കറിയണം. രവീന്ദ്രൻ ഭയത്തോട് ചുറ്റും നോക്കി. അതൊന്നും എനിക്കറിയില്ല മോളെ. അതെല്ലാം ജയപാലൻ സാറിൻ്റെ ഇടപാടുകൾ കാര്യങ്ങളല്ലേ. ഞാൻ വെറും ഒരു കാര്യസ്ഥൻ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? കാവേരി രവീന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് തീക്ഷ്ണതയോടെ നോക്കി പറഞ്ഞു. അങ്കിളിന് എല്ലാം അറിയാം. എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്നും വന്നിട്ട് തിരികെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അച്ഛന് വല്ലാത്ത ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ ഉണ്ടായതാണ്. ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ വീട്ടിൽ ആരോട് ശരിക്കൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അച്ഛൻ്റെ മനസ്സിൽ അത്രമാത്രം ഭാരമുണ്ടായിരുന്നു. എന്തോ വലിയൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ഗംഗേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ജയപാലിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. പക്ഷേ തിരികെ വന്ന അച്ഛൻ പുതിയൊരു ആളായിരുന്നു. പിന്നെ ആരോടും അച്ഛൻ മിണ്ടിയിട്ടില്ല. എന്താ അങ്കിൾ അവിടെ സംഭവിച്ചത്? അങ്കിളിന് എന്തായാലും അറിയാതിരിക്കില്ലല്ലോ, എന്നോട് പറയണം. രവീന്ദ്രൻ വീണ്ടും മുഖം തിരിച്ചു. അല്ല മോളെ, അത് പിന്നെ എനിക്കതൊന്നും ഓർമ്മയില്ല. രവീന്ദ്രൻ വാക്കുകൾ കിട്ടാതെ കുഴങ്ങി. കാവേരിയുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്കിളിനൊരു കാര്യം അറിയാമോ? എൻ്റെ അനിയത്തി നില, അവൾ ഹൃദ്രോഗിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവൾക്കൊരു സർജറി നടത്തണം. 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ലായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, ബുദ്ധിമുട്ടുണ്ടാക്കിയ പണം ഈ തോട്ടത്തിന് വേണ്ടി ജയപാലിന് കൊടുത്തു. എന്നിട്ട് അയാൾ അച്ഛനെ പച്ചക്കങ്ങ് പറ്റിച്ചു. ഇതൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടും അങ്കിൾ എന്നോട് സത്യങ്ങൾ മറച്ചു വെക്കുവാണല്ലേ? കാവേരി വീണ്ടും ചോദിച്ചു. അങ്കിളിൻ്റെ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അങ്കിളിൻ്റെ പെൺമക്കൾക്ക് നാളെ ഇതേ അവസ്ഥ വന്നാൽ അങ്കിൾ എന്ത് ചെയ്യും? അങ്കിൾ വിശ്വസിച്ച് ഒരാൾക്ക് പണം കൊടുക്കുകയും പിന്നീട് അങ്കിളിന് എന്തെങ്കിലും സംഭവിച്ചു പോവുകയും ചെയ്താൽ ആ മക്കളുടെ ഗതി എന്തായിരിക്കും? അവരും ഞങ്ങളെപ്പോലെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കാങ്ങളെ. കാവേരിയുടെ ആ ചോദ്യം രവീന്ദ്രനെ നെഞ്ചിലാ തറച്ചത്. ഒരച്ഛനായ രവീന്ദ്രനെ ആ കണ്ണുനീരിനും ആ ചോദ്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ നെഞ്ചൊന്ന് പിഴഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. രവീന്ദ്രൻ ഒരു വലിയ നെടുവീർപ്പോടെ കാവേരിക്ക് നേരെ തിരിഞ്ഞു. മോളെ, നീ കരയാതിരിക്ക്. ഞാൻ സത്യം പറയാം, എനിക്കത് എൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കാനൊന്നും ഇനി കഴിയില്ല.
പാപമാണ് ഞാൻ ചെയ്യുന്നത്. രവീന്ദ്രൻ വിറക്കുന്ന ശബ്ദത്തിൽ പറയാൻ തുടങ്ങി. അരവിന്ദേട്ടൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ജയബാലൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. തോട്ടത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും കൊടുത്ത പണത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഗംഗമ്മളുടെ കല്യാണത്തിന് കുറച്ച് പണം ചോദിച്ചാണ് അരവിന്ദേട്ടൻ വന്നത്. അപ്പോഴാണ് ജയബാലൻ സാർ ആ ഒരു ചതി പറയുന്നത്. തൻ്റെ അക്കൗണ്ടിൽ നിന്നും പൈസയൊന്നും ബാക്കിയില്ല എന്നും എല്ലാം ഈ തോട്ടത്തിന് വേണ്ടി ചെലവായി എന്നും ഒരു രൂപ പോലും തരാനില്ല എന്നൊക്കെ അയാൾ അരവിന്ദൻ്റെ മുഖത്ത് നോക്കി വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. രവീന്ദ്രൻ തോർത്തെടുത്തുകൊണ്ടു കണ്ണൊക്കെ തുടച്ചു. അയാൾക്ക് ആ രംഗം വീണ്ടും ഓർക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അത് കേട്ടപ്പോൾ അരവിന്ദേട്ടൻ അക്ഷരാർത്ഥത്തിൽ അങ്ങ് തകർന്നു പോയി. മോളെ, ഇവിടെ വെച്ച് അദ്ദേഹം പൊട്ടിക്കരയായിരുന്നു. സ്വന്തം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ ഇനി എന്ത് ഉത്തരം പറയും ജയബാല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ കാല് പിടിച്ച് കരഞ്ഞു. അപ്പോൾ തന്നെ അരവിന്ദേട്ടൻ്റെ നെഞ്ചുവേദന വന്നു തുടങ്ങിയിരുന്നു. നെഞ്ചു പൊത്തിപ്പിടിച്ച് അവിടെ നിലത്തിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. വിശ്വസിച്ച കൂട്ടുകാരൻ ചതിച്ചു എന്ന വലിയ ഷോക്കായിരുന്നു അരവിന്ദേട്ടന്. ആ ഷോക്കിലാണ് അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പോയത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് യഥാർത്ഥ കാരണമായതും. സത്യങ്ങളെല്ലാം കേട്ട കാവേരിയുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. വെറും ഒരു ചതിയല്ല, പണം തട്ടിയെടുക്കാനല്ല, തൻ്റെ അച്ഛനെ കൊന്നതാണ് ആ ജയബാലൻ. ഹൃദയം തകർന്നാണ് തൻ്റെ അച്ഛൻ മരിച്ചത്. ഇത്രയും കാലം അച്ഛൻ്റെ സമ്പാദ്യം മുഴുവൻ അടിച്ചു മാറ്റിയതും പോരാതെ ആ അച്ഛൻ്റെ ജീവൻ കൂടി അവനങ്ങ് എടുത്തു. ഉറ്റ സുഹൃത്തായി സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതിയ മനുഷ്യനാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് കൂടിയ വഞ്ചന. കാവേരിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അവളുടെ സങ്കടം മെല്ലെ വലിയൊരു പകയായി മാറുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണിലെ നനവ് ഉണങ്ങി. അവിടെ ഒരു തീജ്വാല പടരുന്നത് പോലെ തോന്നി. അവൾ രവീന്ദ്രനെ നോക്കി വളരെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുന്നതെങ്കിൽ ആ ചതിയിൽ എൻ്റെ അച്ഛൻ്റെ പണം മാത്രമല്ല, അച്ഛൻ്റെ ജീവൻ കൂടിയാണ് എടുത്തത്. അയാൾ ഈ ചെയ്ത് നെറുകേടിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. രവീന്ദ്രൻ അങ്കിളെ, എന്താണെങ്കിലും ഇതിന് ഞാൻ പകരം ചോദിക്കും. പണം മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ജീവന്, ആ ജീവൻ്റെ വില എന്താണെന്ന് ഞാൻ അയാളെ കാണിച്ചു കൊടുക്കും. രവീന്ദ്രൻ ഭയത്തോട് പറഞ്ഞു. മോളെ, നീ എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത്. സൂക്ഷിച്ചു വേണം. ജയപാലിൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അവൻ എന്തിനും മടിക്കാത്തവനാ. പണത്തിന് സ്വാധീനത്തിനു മുൻപിൽ തോറ്റുപോയേക്കാ നീ. കാവേരി പുച്ഛത്തോടെ ചിരിച്ചു. അവളുടെ മുഖത്ത് വല്ലാത്ത ഭാവമായിരുന്നു. അപ്പോൾ എല്ലാം അറിഞ്ഞു തന്നെയാണ് അങ്ങളെ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. കാവേരി ആരാണെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അയാൾ അരവിന്ദൻ എന്ന പാവം സുഹൃത്തിനെ മാത്രമേ, വെറും ഒരു സാധു മനുഷ്യൻ. പക്ഷേ അവളുടെ മക്കളെയൊന്നും അയാൾക്ക് ശരിക്കും അറിയില്ല. ഇനി കാവേരിയുടെ താണ്ഡവമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കാവേരി കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവളുടെ ഓരോ ചുവടിലും വലിയൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. കാലടികൾക്ക് വേഗത കൂടി. ലക്ഷ്യം ഒന്ന് മാത്രം, എത്രയും പെട്ടെന്ന് തന്നെ ജയപാലിനെ നേരിട്ട് കാണണം. ഒന്നുകിൽ ഈ തോട്ടം, അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത പണം. രണ്ടും അയാൾ തിരികെ തന്നേ മതിയാവൂ. തൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട് എന്ന് തൻ്റെ കയ്യിലിപ്പോൾ എല്ലാ തെളിവുമുണ്ട്. ജയപാലിനി എന്ത് ന്യായം പറഞ്ഞാലും കാവേരി എന്തായാലും പിന്നോട്ടില്ല. നിലമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാനും കാവേരി തയ്യാറായിരുന്നു. അവളുടെ ഉള്ളിലെ അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിരുന്നു. അച്ഛനെ കൊന്നവനോട് പകരം ചോദിക്കാൻ വേണ്ടി, നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാവേരി ഒരു കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇനി വരാനിരിക്കുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.